നമ്മുടെ വീട്ടിൽ ചെറിയ പരിപാടികൾക്കൊക്കെ തലേദിവസം തന്നെ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ് വട്ടയപ്പം. സാധാരണ അളവിൽ കൂടുതലുണ്ടാക്കുമ്പോൾ അതല്ലെങ്കിൽ ഒരു 10 പേര് അധികം വരുമ്പോൾ ഇതുണ്ടാക്കുമ്പോൾ ശരിയാകുമോ എന്നൊരു പേടി ഉണ്ടാകുന്നത് സാധാരണയാണ്. അപ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് നല്ലൊരു വട്ടയപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3 പാവ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത്ര അരിയിട്ട് മീഡിയം സൈസിൻ്റെ പ്ലേറ്റിൽ ഒഴിച്ചാൽ ഒരു 5 വട്ടയപ്പം നമുക്ക് കിട്ടും കേട്ടോ. ഈ 3 പാവ് എന്ന് പറഞ്ഞാൽ 3 കപ്പാണ്, അതല്ലെങ്കിൽ 3/4 കിലോ അരിയാണ്. ഇതിലോട്ടൊരു 8-10 തരി ഉലുവ ഇട്ട് കൊടുക്കുന്നത് അപ്പം സോഫ്റ്റായി കിട്ടാൻ ഉപകരിക്കും. ഈ അരി നമുക്കൊരു 6-7 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിരാനിടാം. അരിപ്പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കാൻ, പക്ഷേ ഞാൻ കൂടുതലും ഇങ്ങനെ അരി വെള്ളത്തിലിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അരി വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്ക് കരിക്ക് കിട്ടുമെങ്കിൽ അന്നേരം തന്നെ കരിക്ക് ഉടച്ചതിന് ശേഷം വെള്ളമെടുത്ത് അതിനകത്ത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് മാറ്റി വയ്ക്കാം. അന്നേരം തന്നെ എടുത്ത് മാറ്റി വയ്ക്കാൻ കിട്ടിയില്ലെങ്കിൽ അരയ്ക്കാൻ നേരത്ത് കിട്ടിയാലും ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതിലോട്ട് ചേർക്കാനുള്ള തേങ്ങയാണ്. അത് അധികം മൂക്കാത്ത ഇളവൻ തേങ്ങയാണെങ്കിലാണ് ഏറ്റവും നല്ലത്. അത് 3 കപ്പോളം ചിരണ്ടിയെടുക്കാം. അതുപോലെ തന്നെ ശർക്കരയും നമ്മൾ 3/4 കിലോ ആണ് എടുക്കുന്നത്. ഞാനിവിടെ 3/4 കിലോ അരി, 3/4 കിലോ ശർക്കര, 3 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 6-7 മണിക്കൂർ കുതിർത്ത് വെച്ച അരി നമുക്ക് അരച്ചെടുക്കാം. ഒരു 5 ഏലക്കയും 2 ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അരഞ്ഞ് കിട്ടാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിന് നമ്മൾ ആദ്യം തന്നെ മാറ്റി വെച്ചിരിക്കുന്ന കരിക്കിൻ വെള്ളം, പഞ്ചസാര ഇട്ട് മാറ്റി വെച്ച കരിക്കിൻ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് അരഞ്ഞ് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതലായി പോകാതെ ശ്രദ്ധിക്കണം. വെള്ളം ഉരുക്കിയെടുത്തതും കൂടി നമ്മളിതിൽ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് വെള്ളം അധികമായി പോകാതെ ശ്രദ്ധിക്കണം. ഇനി നമ്മളിതിൽ ചേർക്കുന്നത് 1.5 കപ്പ് ചോറാണ്. 1 ഗ്ലാസ് അല്ലെങ്കിൽ 1 കപ്പ് അരിക്ക് 1/2 കപ്പ് ചോറ് ചേർക്കാം. ഈ ചോറ് അരച്ചെടുക്കാൻ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മളപ്പോൾ വെള്ളത്തിന് പകരം ശർക്കര ഉരുക്കി വെച്ചതാണ് ഒഴിച്ചെടുക്കുന്നത്. ചെറു ചൂടോടെ ഒഴിക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈസ്റ്റിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി അപ്പത്തിന് അരച്ച് വെച്ച ആ മാവുണ്ടായിരുന്ന ആ പാത്രത്തിലോട്ട് തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പത്തിൻ്റെ മാവ് ഉണ്ടെങ്കിൽ ഈസ്റ്റ് ഇടാതെ തന്നെ മൂക്കൂട്ടോ. അപ്പത്തിൻ്റെ മാവ് ഒരുപാട് കൂടുതൽ വേണ്ട, കാരണം അത് പുളിച്ച് വരും. അപ്പോൾ അധികം പുളിക്കേണ്ട നമുക്ക്, അതുകൊണ്ട് പാത്രം മാത്രം മതി. ഇനി നമുക്ക് എടുത്ത് മാറ്റി വെച്ച ആ 3 കപ്പ് തേങ്ങയും കൂടി അരച്ചെടുക്കാം. വട്ടയപ്പത്തിന് ഈസ്റ്റ് ചേർക്കുന്നുണ്ടെങ്കിൽ പിന്നെ അപ്പത്തിൻ്റെ മാവ് ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഇനി നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റായ പഴുത്ത പഴമാണ്, ഇതേപോലത്തെ പഴമാണ് ചേർക്കുന്നത്, പച്ചപ്പഴം. തേങ്ങ ഒരുപാടൊന്നും നന്നായി അരയേണ്ട, ഈ പരുവത്തിന് അരിഞ്ഞ് കിട്ടിയാൽ മതി. ഇതും കൂടി നമുക്ക് ആദ്യം അരച്ച് വെച്ച മാവിലോട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ മാവിന് വെള്ളം കുറവുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ മിക്സീൻ്റെ ജാറ് കഴുകി ഒഴിക്കുന്നത്. നേരത്തെ ഞാൻ ആവശ്യത്തിനുള്ള മധുരം ചേർത്തില്ലായിരുന്നു. അരയ്ക്കാൻ പാകത്തിനുള്ള ശർക്കര ഉരുക്കിയത് മാത്രമേ ഒഴിച്ചുള്ളൂ. ഇപ്പോൾ ബാക്കിയും കൂടി ഒഴിച്ച് മധുരം പാകത്തിന് ചേർത്തേക്കാം. നമ്മൾ അരി പൊടിച്ചെടുക്കുകയാണെങ്കിൽ വെള്ളമൊന്നും കൂടുതലായി പോവില്ല. അരച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വെള്ളം കൂടുതലാകാതെ ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പൊടിച്ചെടുത്ത് ചേർക്കാം. അരി പൊടിച്ചെടുക്കുമ്പോൾ ഈ ബുദ്ധിമുട്ട് വരില്ല. എനിക്കിതിങ്ങനെ ശീലമായതുകൊണ്ട് ഞാനിങ്ങനെ അരച്ചാണ് എടുക്കുന്നത്. നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ അപ്പത്തിൻ്റെ മാവും കരിക്കിൻ വെള്ളവും ഇളവൻ തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായി മൂത്ത് കിട്ടും. അത്യാവശ്യമായ പരിപാടികൾക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരല്പം ഈസ്റ്റ് ചേർക്കുന്നത് നല്ലതാണ്. എങ്കിലേ അത് നല്ല സോഫ്റ്റായി നന്നായി മൂത്ത് കിട്ടുകയുള്ളൂ. നിങ്ങൾ ഡ്രൈ ഈസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഒരു അല്പം എടുത്ത് ചെറു ചൂടുവെള്ളം ഒഴിച്ച് പഞ്ചസാര ഇട്ട് കലക്കി വെച്ചതിന് ശേഷം അടച്ചു വയ്ക്കുക. നന്നായി മൂത്ത് കിട്ടും. അതിന് ശേഷം മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. ഞാൻ പഞ്ചസാര ഇട്ട് കലക്കിയതിന് ശേഷം അന്നേരം തന്നെ ചേർക്കുകയാണ്. ഈസ്റ്റ് പഴകിയതല്ല, പുതിയതാണ്, അത് ആക്റ്റീവാണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ചേർക്കുക. അല്ലെങ്കിൽ അതുകൊണ്ട് ചേർക്കുന്നതുകൊണ്ട് ഒരു ഗുണവും കിട്ടില്ല. ഇങ്ങനെ മാവ് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് അടുപ്പിൻ്റെ അടുത്ത് വെറുതെ വെച്ചാൽ മതി. പക്ഷേ എപ്പോഴും അടുപ്പിൽ തീ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ഇഡ്ഡലിച്ചെമ്പ് എടുത്ത് അതിൽ ചെറു ചൂടുവെള്ളം ഒഴിക്കും.
നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ മാവ് ഇഡ്ഡലി ചെമ്പിലോട്ട് ഇതേപോലെ ഇറക്കി വെക്കാം. നിങ്ങൾ കുക്കറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രത്തിൽ ഇതേപോലെ ഇറക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് കലക്കി വെച്ച ഈസ്റ്റും കൂടി ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കാം. ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ, ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മഴക്കാലം ആയതുകൊണ്ട് മാത്രമല്ല, ഇവിടെ ഞാൻ എപ്പോഴും ഇതേപോലെ 2 അടപ്പ് അടച്ച് വയ്ക്കാറുണ്ട്. കാരണം മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തിൽ മാത്രമേ ചൂട് അധികമുള്ളൂ. ബാക്കി എല്ലാ സമയത്തും നല്ല തണുപ്പാണ്. ഇത് നമുക്ക് നല്ല മൂത്ത് കിട്ടണമെങ്കിൽ ഇതേപോലെ അടുപ്പിൻ്റെ അടുത്ത് വെച്ച് ഇങ്ങനെ ഒരു ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ ഒരു കത്തി ഇങ്ങനെ വയ്ക്കാറുണ്ട്. അമ്മച്ചി ഇതേപോലെ വെക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനും വെക്കുന്നത് കത്തി. ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് എനിക്കും അറിയില്ല. ഒരു 7 മണിക്കൂറായിട്ടുണ്ട്. അത്യാവശ്യം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ മൂത്ത് വരുമ്പോൾ തന്നെ നമ്മൾ ചുട്ടെടുക്കണം, അതല്ലെങ്കിൽ പുളിച്ചു പോകും. അപ്പോൾ പുളിക്കാതെ ചുടുന്നതാണ് വട്ടയപ്പം ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ രാവിലെ അരച്ച് വെച്ചിട്ട് അത് നോക്കിക്കൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ ചുടുന്നതാണ് ഏറ്റവും നല്ലത്. രാത്രിയൊക്കെ ആണെങ്കിൽ നമ്മൾ അത് നോക്കി അതിൻ്റെ പാകത്തിന് ചുട്ടെടുക്കാൻ നേരം വെളുക്കുമ്പോൾ തന്നെ എണീറ്റ് വരേണ്ടി വരും. അതല്ലെങ്കിൽ കൃത്യം 6-7 മണിക്കൂറുള്ളപ്പോൾ ആ പാകത്തിന് അരച്ചെടുക്കണം. പ്ലേറ്റിൽ ഇതേപോലെ എണ്ണയോ നെയ്യോ തുടച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പ്ലേറ്റിലൊരു 1/4 വരെ ഒഴിച്ചു കൊടുക്കാം. പ്ലേറ്റിൽ ഒഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ പാത്രത്തിൽ വെച്ചതിന് ശേഷം, ഇഡ്ഡലി ചെമ്പിൽ നമ്മൾ പ്ലേറ്റ് വെച്ചതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ. ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ചൂടായിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് വെക്കുമ്പോൾ കൈ ചൂടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പ്ലേറ്റ് ഇതിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. നമ്മൾ വട്ടയപ്പമൊക്കെ അടുപ്പത്ത് വയ്ക്കുമ്പോൾ സമയം നോക്കിയിട്ട് വയ്ക്കുകയാണെങ്കിൽ 15 മാക്സിമം 20 മിനിറ്റ് വെച്ചാൽ മതി. നന്നായി വെന്ത് കിട്ടും. ഇതുപോലെ പപ്പടക്കമ്പി കൊണ്ടൊന്ന് കുത്തി നോക്കിയാൽ ഒട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാകും. പക്ഷേ 15 മിനിറ്റ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കുത്തി നോക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് എടുത്താൽ മതി. നന്നായി തണുത്തതിന് ശേഷം പ്ലേറ്റിൽ നിന്ന് മാറ്റാം. അതല്ലെങ്കിൽ ഒരല്പം വെള്ളം ഇതേപോലെ ചെരുവത്തിൽ ഒഴിച്ചിട്ട് തണുക്കാൻ വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. നമുക്ക് മുറിച്ചെടുത്ത് കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ സോഫ്റ്റായി കിട്ടാൻ കരിക്കുവെള്ളം ചേർക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ അരിയും തേങ്ങയും ശർക്കരയൊക്കെ ഇതേ അളവിൽ തന്നെ ചേർത്ത് നല്ലൊരു അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ ഞാൻ സാധാരണ ഈസ്റ്റ് ചേർക്കാറില്ല. ഇളവൻ തേങ്ങയും വെള്ളവും കൂടി അരച്ചെടുത്താൽ മതി. ഇത് പക്ഷേ ഇവിടെ തണുപ്പായതുകൊണ്ടാണോ എനിക്കറിയില്ല, ഞാൻ ഇതുവരെ ഒരല്പമെങ്കിലും ഈസ്റ്റ് ചേർക്കാതെ എനിക്ക് നന്നായി കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ ഒരു പ്ലേറ്റിൽ എനിക്ക് 7 കഷ്ണം കിട്ടിയിട്ടുണ്ട്. 5 വട്ടയപ്പമാണ് എനിക്ക് സാധാരണ കിട്ടാറുള്ളത്. അപ്പോൾ ഒരു 35 കഷ്ണം നമുക്ക് കിട്ടും. ഏകദേശം ഒരു 25 ആൾക്ക് കാപ്പിക്ക് കൊടുക്കാനൊക്കെ പറ്റും അല്ലേ? വട്ടയപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ചാനലിൽ കയറി കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. Thank you for watching.